ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ടും അവൻക്ക് തിരികെ വിളിക്കേണ്ട ഒരവസ്ഥ വരാണ്. അതോടുകൂടെ വിക്രം വേദയും കൈപ്പിടിച്ചുകൊണ്ട് വീണ്ടും അവൻ്റെ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. അവൾ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ എൻ്റെ ഭർത്താവ് വിളിച്ചാലേ ഞാൻ വരൂ എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. വിക്രം അവളെ കൂട്ടിക്കൊണ്ടു വന്നു. ഇനി ഈ വീട്ടിൽ എല്ലാ മക്കളുടെ മരുമക്കളെ പോലെയും അവൾക്കും സ്ഥാനമുണ്ടെന്ന് അവൾ നേരത്തെ തന്നെ മാഷിനോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് തന്നെയാണ് പിന്നെ അവൾ അവിടെ കഴിയുന്നത്. വിക്രം ഒരുവിധത്തിൽ ആശ്വസിക്കായിരുന്നു. വേദ പോയി, അതും സ്വയം ഇഷ്ടപ്രകാരം. ഇനി അവൾ തിരികെ വരില്ല, താൻ ഒരിക്കലും അവളെ തിരികെ വിളിക്കാൻ പോവില്ലെന്ന് അവൻ ഉറപ്പിച്ചതായിരുന്നു. അപ്പോഴാണ് ആ ഡോക്യുമെന്റ്സിന്റെ കാര്യം വന്നതോടുകൂടെ വേദയെ തിരികെ കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരാണ്. വിക്രമാകെ കലിതുള്ളി നിൽക്കുക. എന്നാൽ വേദയ്ക്ക് ശ്രീയടുത്തിക്കും ഒക്കെ ഒത്തിരി സന്തോഷമാണ്. അമ്മ മോളോട് മോൾക്ക് അറിയാമായിരുന്നോ അവൻ തിരികെ വിളിക്കുമെന്ന്? അതുകൊണ്ടല്ല ഇത്ര ധൈര്യത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അതേ എന്ന് അവൾ അമ്മയോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വേദ ആ വീട്ടിലേക്ക് തിരികെ വന്നതോടുകൂടെ ശങ്കരനാരായണ തൻ്റെ മകളെ തനിക്ക് തിരികെ കിട്ടിയെന്നാ കരുതിയത്. എന്നാൽ അവൾ വീണ്ടും അവൻ്റെ കൂടെ പോകുമെന്ന് അവർ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി അവൾ ഇവിടേക്ക് വരണമെങ്കിൽ അവൻ ജീവനില്ലാതായിരിക്കണം, എന്നാൽ മാത്രമേ അവളെ ഇനി തനിക്ക് തിരികെ കിട്ടുമെന്ന് ശങ്കരനാരായണൻ ഉറപ്പിച്ചിരുന്നു. അതിനുവേണ്ടി ഏതറ്റവും പോകാൻ അയാൾ തയ്യാറായിരുന്നു. അങ്ങനെ ശ്രീകാന്തിനോട് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രൂപത്തിൽ അവനെ അങ്ങ് തീർത്ത് കളയണം, എന്നാലേ നമുക്ക് നമ്മുടെ വേദയെ തിരികെ കിട്ടൂ. അവൾ ഉണ്ടായാൽ മാത്രമേ ഈ വീട് പഴയതുപോലെ ഉണ്ടാവൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വിക്രമിനെ തട്ടിക്കളയാനൊക്കെ പ്ലാൻ ഒരുക്കുന്നുണ്ട്. പക്ഷേ വിക്രമിന് ആ കെണിയിലൊന്നും വീഴുന്നില്ല കേട്ടോ. വിക്രം എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ വിക്രമിന് മനസ്സിലാവണം തന്നെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് ശങ്കരനാരായണനാണെന്ന് മനസ്സിലാക്കിയ വിക്രം അവരെ കാണാനായിട്ട് പോകുന്നുണ്ട്. ജഡ്ജിയമാനെ എന്നും വിളിച്ച് മുറ്റിൽ നിന്ന് വിളിക്കുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവനെ കണ്ടതും മുത്തശ്ശി, മോനെ വേദയ്ക്ക് സുഖാണോ എന്ന് ചോദിക്കുന്നത്. അതേ മുത്തശ്ശി, ഇവിടെ നീ വേദയോടും സ്നേഹമുള്ളത് നിങ്ങൾക്ക് മാത്രമാണെന്ന് മനസ്സിലായി. അവളുടെ ജീവനാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ ജീവനോടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതേ ഇവിടെയുള്ള ജഡ്ജി അദ്ദേഹം ഉണ്ടല്ലോ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ ഇറക്കിയിരിക്കുന്നു. പക്ഷേ ഈ വിക്രമിനെ കൊല്ലാൻ സാക്ഷാൽ കാലൻ വന്നാൽ പോലും നടക്കില്ലെന്ന് ഇവിടുത്തെ ഏമാനോട് പറഞ്ഞു കൊടുക്കെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി, വാ പൊത്തട്, എന്താ മോനെ പറഞ്ഞത്? നിന്നെ കൊല്ലാൻ ആളെ ഇറക്കിയെന്ന്? ഇല്ല, എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. മുത്തശ്ശിക്ക് മോനെ വലിയ വിശ്വാസമാണല്ലേ? എന്നാലേ വേദ അവളുടെ ജീവനാണ് ഞാൻ. അവൾ ഒരിക്കലും ഞാൻ ഇല്ലാതായാലും ആ വീട് വിട്ട് ഇവിടേക്ക് വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട. ഇത്രയും കാലം ഞാൻ അവളെ ഭാര്യയായിട്ട് പോലും അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ജഡ്ജി അദ്ദേഹം, നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ. ഇനി മുതൽ അവൾ എൻ്റെ ഭാര്യ. അവൾ അങ്ങനെ തന്നെ ഞാൻ കാണൂ. അവൾ ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ വിട്ടുതരില്ല. നിങ്ങളുടെ മകളായി ജനിക്കേണ്ടവളല്ല. അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. അവൾ ആത്മാർത്ഥയും സ്നേഹമുള്ളതാ. നിങ്ങളെപ്പോലെ ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയല്ല. അതുകൊണ്ടാണ് എന്നെപ്പോലെ ഒരു ഗുണ്ടയെ കൂടെ അവൾ ജീവിക്കേണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി. ഇനി മുതൽ അവൾ എൻ്റെ കൂടെ. അവളില്ലാതെ എനിക്കും ഞാനില്ലാതെ അവൾക്കും നടക്കില്ലെന്ന് ജഡ്ജിയുടെ മുഖത്ത് നോക്കി തന്നെ വിക്രം പറയുന്നുണ്ട്. എടാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വരുന്നുണ്ടെങ്കിലും അയാളെ തടഞ്ഞു നിർത്തുകയാണ് ശങ്കരനാരായണ. അവനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ, നീ ഒന്നും മിണ്ടേണ്ട. എനിക്ക് പറയാനുള്ളതൊന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങളാണ് ആ ഒരു ഗുണ്ടകളെ വിട്ട് എന്നെ കൊല്ലാൻ നോക്കിയതെന്ന് എനിക്കറിയാം. അത് ഞാൻ നിങ്ങളുടെ മകളോട് പറഞ്ഞാൽ അവൾ നിങ്ങളെ വെറുക്കും. തൽക്കാലം ഞാനത് പറയുന്നില്ല. പക്ഷേ ഇമാതിരി വേലപ്പണികൾ ചെയ്താൽ നിങ്ങൾക്ക് കാശ് നഷ്ടപ്പെടേ ഉള്ളൂ. എൻ്റെ ജീവൻ എടുക്കാനൊന്നും അവരെ കൊണ്ടാവില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ എന്നെ ഇവിടെ ഈ നിമിഷം വെച്ചിട്ട് കൊല്ലാം. അത് നിങ്ങളുടെ മകളെ ഒരേപോലെ കൊല്ലുന്ന പോലെ തന്നെയായിരിക്കും. നിങ്ങളുടെ മകളുടെ ജീവനോടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിക്രമനും ജീവനോടെ വേണം. ഞാനില്ലാതെ പോലും അവൾ ഒരു നിമിഷം ഉണ്ടാവില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയതാണെന്ന് വിക്രം നെഞ്ചി വിരിപ്പോടെ പറയുന്നുണ്ട് കേട്ടോ. ഇനി മുതൽ എൻ്റെ ഭാര്യ എൻ്റെ വേദ തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. നിങ്ങളാണ് ഈ അഭിപ്രായം എന്നെക്കൊണ്ട് മാറ്റി പറയിപ്പിച്ചത്. അവൾ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, നിങ്ങളുടെ ഓരോ ബുദ്ധി കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിക്രം പറയുന്നുണ്ട്. ഇത് കേട്ടതും മുത്തശ്ശി എന്താണ് ശങ്കരനാര, നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? നിന്റെ മരുമകനെ നീ ഇല്ലാതാക്കാൻ നോക്കിയതെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാം. അതും പറഞ്ഞുകൊണ്ട് ഈ സമയം അവിടെ നിന്ന് വിക്രം ഇറങ്ങുന്നുണ്ട്. അവൻ്റെ കയ്യിലൊക്കെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. വീട്ടിലെത്തിയ അവൻ്റെ അമ്മ ഓടി വന്ന് ചോദിക്കുക, എന്ത് പറ്റി വിക്രം, എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കാൻ. ഞാനൊരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്നാണ് അവൻ പറയുന്നത്. അപ്പോഴാണ് വേദ ഓടിക്കിതച്ച് വരുന്നത്. എന്താ എന്താ എന്ന് ചോദിക്കാൻ. നല്ല മുറിവുണ്ടല്ലോ, മരുന്ന് വെക്കെന്ന് പറഞ്ഞ് അവൾ മെഡിസിൻ ബോക്സ് എടുത്തുകൊണ്ട് വന്ന്
വിക്രമിൻ്റെ കയ്യിൽ മരുന്ന് പുരട്ടാനൊക്കെ നോക്കും. എനിക്കൊന്നും വേണ്ട, എനിക്ക് വേദനിച്ചിട്ടില്ല, മര്യാദക്ക് മാറി നിൽക്കെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാലും വേദക്ക് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. അവളെ വിളിച്ച് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഒരു കാര്യം നിനക്കറിയോ, നിന്റെ ഭർത്താവുണ്ടല്ലോ അവൻ ഇവിടെ വന്നിരുന്നു, ഇനി മുതൽ നീയാണ് അവൻ്റെ ഭാര്യയെന്നും നിന്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ലെന്നും പറഞ്ഞെന്ന് പറയാണ്. ഇത് കേട്ടതും വേദയ്ക്ക് സന്തോഷമായിട്ട്, എന്താ മുത്തശ്ശി, എന്താ അവിടെ ഉണ്ടായത്? അങ്ങനെ മുത്തശ്ശി എല്ലാ സത്യങ്ങളും പറയുന്നു. എന്ത്, അച്ഛനെ ആളെ വിട്ട് കൊല്ലാൻ നോക്കിയിരുന്നോ? അതേ മോളെ, അതെ, അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അവൻ്റെ മനസ്സിലുള്ള നിന്റെ ഇഷ്ടം പുറത്തേക്ക് ചാടിയത്. അങ്ങനെ പറ്റിയ പരിക്കാണ്. ഇത് കേട്ടതും വേദ അവൻക്കരികിലേക്ക് പോകുന്നുണ്ട്. അച്ഛൻ ഗുണ്ടകളെ വിട്ട് നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയതോ? നിന്റെ അച്ഛനോട് പോയി ചോദിക്കടി, അത് എന്നോടല്ല ചോദിക്കേണ്ടെന്ന് അവൻ ദേഷ്യത്തിൽ പറയണ്. അയ്യോ, മുറിവൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ ഒരു മുറിവെല്ലാം മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും വിക്രം അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. വേദക്കാണെങ്കിലോ വിക്രമിനോട് തൻ്റെ അച്ഛൻ ചെയ്ത ക്രൂരത ഓർത്ത് വല്ലാത്ത സങ്കടമാവാണ്. തൻ്റെ അച്ഛൻ എന്തിനാണ് തൻ്റെ പുറകെ നടന്നതിനെ ഉപദ്രവിക്കുന്നത്? ഇപ്പോഴും അച്ഛനത് മനസ്സിലായില്ലേ? അവൾ ഫോണെടുത്ത് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനോട് എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട്, നീ ഒന്നും എന്നോട് സംസാരിക്കണ്ട, വേണ്ടത് നിൻ്റെ ഭർത്താവ് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എങ്ങനെ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് പറഞ്ഞു പോവാതിരിക്കും? അദ്ദേഹത്തിനെ കൊല്ലാനാണ് നിങ്ങൾ ആളെ വിട്ടത്. അപ്പോൾ സ്വന്തം മകളെയും കൂടെ കൂട്ടത്തിൽ കൊല്ലാൻ വേണ്ടി പറയണമായിരുന്നു. അദ്ദേഹമില്ലാതെ ഒരിക്കലും ഈ വേദ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഈ വേദ വിക്രമില്ലാതെ ജീവിച്ചിരിക്കില്ല. അതിന് നിങ്ങൾ കാരണം. അതുകൊണ്ട് തന്നെ കൊല്ലാൻ ആളെ വിടുമ്പോൾ ഇനി രണ്ടാളെയും കൂടെ കൊല്ലാനുള്ള കാശ് കൊടുത്തിട്ട് വിടണം അച്ഛനെന്ന് പറയണം കേട്ടോ. പുറകെ വന്നു നിന്ന വിക്രം ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വേദ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം അവനും മനസ്സിലാക്കുകയാണ്. ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കിയ വേദ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന വിക്രമിനെയാണ്. വിക്രമെല്ലാം കേട്ടെന്ന് അവൾക്ക് മനസ്സിലായി. രണ്ടുപേരും പരസ്പരം മുഖത്തോട് നോക്കുന്നുണ്ട്. അവൾ അടുത്ത് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഒരുപാട് വേദനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അവൻ്റെ കയ്യിലെ മുറിവുകളെല്ലാം അവൾ നോക്കിയതിന് ശേഷം, നന്നായി മുറിഞ്ഞിട്ടുണ്ടല്ലോ, മരുന്ന് വെക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പതിന ശബ്ദത്തിൽ അവൾ പറയുമ്പോൾ അവൻ എതിർക്കാതെ അവിടെ ഇരിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തന്നെ അവൻ അവിടെ ഇരിക്കുമ്പോൾ അവളെല്ലാം ആ മുറിവെല്ലാം തുടച്ച് വൃത്തിയാക്കി ഓയിൻമെൻ്റ് എല്ലാം പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കണ്ടുകൊണ്ട് നന്ദിനിക്ക് സഹിക്കുന്നില്ല. അവരുടെ ആ സ്നേഹം അവൾ ഒരിക്കലും കരുതിയതല്ല ഇവർ ഇത്രയോളം അടുക്കുമെന്ന്. ഇപ്പോഴാണെങ്കിലോ വിക്രമിൻ്റെ മനസ്സ് മാറി തുടങ്ങി. അപ്പം തന്നെ നന്ദിനി ആ ഒരു സത്യം രാധയെ വിളിച്ച് പറയുന്നുണ്ട്, എടി നീ ഇങ്ങനെ നടന്നോ? നിൻ്റെ കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നല്ലേ നിൻ്റെ വിക്രമിനെയും കൊണ്ട് അവൾ പോയി. രണ്ടുപേരും ഇപ്പം മുടിഞ്ഞ പ്രേമ. നീ എന്താ കരുതിയത്? നിനക്ക് അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇതുവരെ അവൻ്റെ അടുത്തിരിക്കാൻ പോലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? അവസരം കിട്ടിയിട്ടുണ്ടോ? പക്ഷേ ഇതേ അവളുണ്ടല്ലോ അവൻ്റെ ഭാര്യ, അവളോടിപ്പോൾ അവനക്ക് മുടിഞ്ഞ പ്രേമാണ്. രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നതും അതൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യട്ടോ. രാധയ്ക്കാണെങ്കിലും സങ്കടം സഹിക്കാനാവാതെ രാധ തൻ്റെ ഓട്ടോയെ എടുത്തോണ്ട് ഒറ്റ പോക്കങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ നെഞ്ചത്ത് കയറ്റാനുള്ള ദേഷ്യത്തിലാണ് അവൾ പോകുന്നത്. വിക്രമിനെ നിരന്തരമായി വിളിക്കുന്നുണ്ടെങ്കിലും ആ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നല്ലൊരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. വിക്രം വേദിയോടെ പ്രണയിച്ച് തുടങ്ങുന്ന ആ ഒരു നിമിഷങ്ങൾ വളരെ ത്രില്ലിംഗ് ആണ്. വളരെ നമുക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന വളരെ കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്. എന്തായാലും രാധ കുറേ കാലമൊക്കെ പിന്നാലെ നടക്കും. പിന്നെ രാധയ്ക്ക് തന്നെ മനസ്സിലാവും ഇവർ പിരിക്കാൻ തനിക്ക് ഒരിക്കലും ആവില്ലെന്ന് സത്യം മനസ്സിലാക്കുന്നതോട് കൂടെ രാധ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.